ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ പ്രീവിയസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് പാർട്ട് 7. Question number 51. Which of the following is not related to object oriented programming? അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗുമായിട്ട് ബന്ധമില്ലാത്ത കോൺസെപ്റ്റ് ഏതെന്നാണ് ഇതിൽ. ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റ ഡിക്ഷണറി ആണ്. ശരിയായിട്ടുള്ള ആൻസർ ഡാറ്റ ഡിക്ഷണറി ആണ്. ബാക്കി ഇനി ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യത്തത് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ ഒരു ഡാറ്റയും ആ ഡാറ്റയിൽ പ്രവർത്തിക്കുന്ന ഫങ്ഷൻസും ആ ഡാറ്റയും ഫങ്ഷൻസും ഒരു ഒറ്റ ക്ലാസ്സിലോട്ട് ചേർക്കുന്ന ആ ഒരു ഇതിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡാറ്റയും ആ ഡാറ്റയിൽ പ്രവർത്തിക്കുന്ന ഫങ്ഷൻസിനെയൊക്കെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആക്കി സംയോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എൻകാപ്സുലേഷൻ. ഇത് ഡാറ്റയെ പുറത്തുനിന്ന് നേരിട്ട് ഈ ഡാറ്റയെ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതായത് പുറത്തു നിന്നുള്ള ആൾക്കാർ അതിനെ ആക്സസ് ചെയ്യാതെ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇത് ഡാറ്റ ഹൈഡിങ്ങിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻകാപ്സുലേഷൻ ആണ്. അടുത്ത ഓപ്ഷൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യമുള്ള വിവരങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പം ബാക്കി ബാക്ക് എൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡാറ്റാസിനെ എന്ത് ചെയ്യും? അതിനെ മറച്ചു വെക്കും. ആ ഒരു രീതിയാണ്. ഇത് ഒരു കോംപ്ലക്സിറ്റിയെ ഡാറ്റ ഹൈഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റയിലെ വേരിയബിൾസിനെ പ്രൈവറ്റ് ആക്കി വെക്കും. അതുവഴി പബ്ലിക് ആയിട്ടുള്ള മെത്തേഡ്സ് വഴി മാത്രം ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പം ഇതുകൊണ്ട് ഈ ഡാറ്റയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു. അടുത്തായിട്ട് ആൻസർ ആണ്. ആൻസർ എന്ന് പറയുമ്പോൾ ഡാറ്റ ഡിക്ഷണറി ആണ്. അതായത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റാ ഡാറ്റയാണ് ഡാറ്റ ഡിക്ഷണറി. അപ്പം ഇത് ഡാറ്റാബേസിലെ ഡാറ്റയുടെ വിവരങ്ങൾ, അതായത് ടേബിള്, നെയിംസ്, ഡാറ്റ ടൈപ്സ്, അതുപോലെ റിലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണ് ഇത് ചെയ്യണത്. അതുപോലെ നമ്മുടെ സിസ്റ്റം അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് അല്ലാതെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതല്ല. ഒരു സിസ്റ്റം അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഡാറ്റ ഡിക്ഷണറി. പിന്നെ ക്ലാസ് ഡിഫൈൻഡ് യൂസിങ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഡാറ്റയും ആ ഡാറ്റയിൽ പ്രവർത്തിക്കുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സിനെ ഒരുമിച്ച് ഒരൊറ്റ യൂണിറ്റ് ആക്കിയിട്ട് ഒരു ക്ലാസ്സിനുള്ളിൽ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് വെച്ചാല് ഡാറ്റയെ പ്രൈവറ്റ് ആക്കുന്നത് എങ്ങനെയായിരിക്കും? അതായത് ക്ലാസ്സിൽ നിന്ന് പുറത്തുനിന്നുള്ളത് നേരിട്ട് ആ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ഹൈഡിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റേണൽ സ്റ്റേറ്റിൽ ഒരു ക്ലാസ്സിന്റെ ഇന്റേണൽ സ്റ്റേറ്റ് ഒരു നിയന്ത്രണമില്ലാതാവുന്ന ആ ഒരു അവസ്ഥയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഡാറ്റയുടെ കൃത്യത അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയിലുള്ള വിശ്വാസം അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും ക്ലാസ്സിന്റെ ആ ഒരു ഇംപ്ലിമെന്റേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അത് പുറമെ ആ ഒരു കോഡിനെ ബാധിക്കില്ല. അതാണ്. അടുത്തെന്ന് വെച്ചാല് ഈ ഒരു ഫങ്ഷൻസ് പബ്ലിക് ആവുന്നത്, മേക്കിംഗ് ഫങ്ഷൻസ് പബ്ലിക് ആവുന്ന ഒരു നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ ക്ലാസ്സുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഇന്റർഫേസ് ഉണ്ടാവും, ഒരു പൊതുവായിട്ടൊരു ഇന്റർഫേസ് ഉണ്ടാവും. ഇതാണ് പബ്ലിക് ഫങ്ഷൻസ്. അടുത്ത ഈ ഫങ്ഷൻസിലൂടെ മാത്രമേ ഈ പ്രൈവറ്റ് ഡാറ്റ ആക്സസ് ചെയ്യാനോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ പാടുള്ളൂ. അതുപോലെ തന്നെ ഗെറ്റർ സെറ്റർ രീതികളൊക്കെ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അടുത്താണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലാസ് എന്ത് ചെയ്യുന്നു എന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റും, പക്ഷെ എന്നാൽ അതെങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റില്ല. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു ഡാറ്റയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കോഡ് കൈകാര്യം ചെയ്യാനുള്ള മെയിൻറ്റെയിനബിലിറ്റി, ഇതിനൊക്കെ കാരണം ഡാറ്റ വേരിയബിൾസിനെ നമ്മൾ പരമാവധി പ്രൈവറ്റ് ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ ഈ മെമ്പർ ഫങ്ഷൻസ് ഇതിനെയും പബ്ലിക് ആയിട്ട് നിലനിർത്തണം. അപ്പം ഇങ്ങനെ ഉള്ള ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്
ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു വിശദാംശങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് എന്താണ്? നിയർലി ഓൾ ഡാറ്റ ഷുഡ് ബി പ്രൈവറ്റ് ആൻഡ് മോസ്റ്റ് ഫങ്ഷൻ ഷുഡ് ബി പബ്ലിക്. ഓക്കെ, ഇതാണ് ആൻസർ. Question number 53. Which among the following is an object-oriented programming language? അതായത് ഇതിലൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെന്നാണ്. ഓപ്ഷൻസ് ജാവ, സിമില 67, സ്മോൾ ടോക്ക്, ഓൾ ഓഫ് ദ എബോ. ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ഓഫ് ദ എബോ ആണ്. അതായത് മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണ്. വിശദീകരണം നോക്കാം. സിമില 67 എന്ന് പറയുമ്പോൾ ഇത് ഒരു ആദ്യത്തെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അതായത് ആദ്യത്തെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ക്ലാസസ്, ഒബ്ജക്ട്സ്, ഇൻഹെറിറ്റൻസ് തുടങ്ങിയവയൊക്കെ അടിസ്ഥാന ആശയങ്ങളാണ്. ഈ ഇതിന്റെ അടിസ്ഥാന ആശയങ്ങളായിട്ട് അവതരിപ്പിച്ചത് ഈ ഒരു സിമില 67 ആണ്. അടുത്തതായിട്ട് സ്മോൾ ടോക്ക്. സ്മോൾ ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂലി അല്ലെങ്കിൽ പ്യൂർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഭാഷ എന്നറിയപ്പെടുന്നു. ട്രൂലി അല്ലെങ്കിൽ പ്യൂർ എന്നറിയപ്പെടുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഭാഷയായിട്ട് അറിയപ്പെടുന്നു. കാരണം ഇതിലെ എല്ലാ ഒബ്ജക്ട്സും എന്താണ്? എല്ലാ ഒബ്ജക്ട്സും ഡാറ്റ ടൈപ്സ് ഉൾപ്പെടെ ഉള്ള ഒബ്ജക്ട്സ് ആണ്. അടുത്ത് ജാവ. ജാവ എന്ന് വെച്ചാൽ ഇത് നമുക്ക് വളരെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതെന്താണ്? ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പം ഇതിൽ എല്ലാമാണ്. ഇത് ഫുൾ ആയിട്ടുള്ള ഇത് മൂന്നും എന്താണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. Question number 54 നോക്കാം. Dash are the basic runtime entities in an object oriented programming. അതായത് റൺ ടൈമിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന എൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻസ് ഒബ്ജക്റ്റ്, ക്ലാസ്സസ്, ഫങ്ഷൻസ്, ഓൾ ഓഫ് ദ എബോവ്. ആൻസർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് സിസ്റ്റത്തിലെ അടിസ്ഥാന റൺ ടൈം എൻറ്റിറ്റികൾ എന്ന് ചോദിച്ചാൽ ഒബ്ജക്ട്സ് ആണ്. അതായത് ഒരു പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ, അതായത് റൺ ടൈമിൽ ഈ ഒരു മെമ്മറിയിൽ എന്തോന്ന് മെമ്മറിയിൽ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനമായിട്ട് ഘടകങ്ങളാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇവ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അവ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് റൺ ടൈം എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് ക്ലാസ്സസ് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒബ്ജക്ട്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ പ്രിന്റ്സ്, വെറും ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ് ക്ലാസ്സസ്. ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ മെമ്മറിയിൽ എന്താണ്? അതിന്റെ ഒരു പൊസിഷൻ ആവശ്യമില്ല. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇൻസ്റ്റന്റേഷൻ മാത്രമായിട്ടാണ് മെമ്മറി ഉപയോഗിക്കുന്നത്. അത് ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ്, അതായത് ഇതിന്റെ ഒബ്ജക്ട്സിന്റെ ബിഹേവിയർ എന്താണെന്ന് നിർവചിക്കുന്നതാണ് ഈ ഒരു ഫങ്ഷൻസ്. അതായത് അവ ഒബ്ജക്റ്റുകൾ അടങ്ങിയിരിക്കുന്ന ഡാറ്റ പ്രവർത്തിക്കും, പക്ഷെ അവ സ്വയം റൺ ടൈം എൻറ്റിറ്റികളല്ല. അപ്പം ഈ പറഞ്ഞവയിൽ ഈ ഒരു ഓപ്ഷൻസിൽ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 55. ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. അതായത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നത് നിലവിലുള്ള ഓപ്പറേറ്ററിന് എന്താണ്? ഇത് യൂസർ കൊടുക്കുന്ന ഡാറ്റ ക്ലാസ്, അതായത് ഡാറ്റ ടൈപ്സിൽ, അതായത് ക്ലാസ് പോലുള്ളവ എന്താണ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മീനിങ് നൽകുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ നമുക്ക് എന്താണ്? ഇതിലെ ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ ഡിഫൈൻസ് എ ന്യൂ മീനിങ് ടു ആൻ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റർ. അതായത് നിലവിലുള്ള ഒരു ഓപ്പറേറ്ററിന് പുതിയൊരു അർത്ഥം കൊടുക്കുന്നത്. അതായത് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലൂടെ എന്താണ്? നിലവിലുള്ള ഓപ്പറേറ്റർ, അതായത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലസോ മൈനസോ സ്റ്റാറോ മോഡലോ അതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്. അപ്പം ഉദാഹരണത്തിന് ഇപ്പൊ പ്ലസ് ആണെന്ന് വെച്ചാൽ അപ്പം ആ ഒരു പ്രവർത്തനം യൂസർ ഡിഫൈൻ ചെയ്ത ക്ലാസ് എന്താണ്? ഒബ്ജക്ട്സ് ഓരോന്നായിട്ട് എന്തിനാണ് നിർവചിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്ന ആ ഒരു ഇതാണ്. അടുത്ത എനബിൾസ് ഓപ്പറേറ്റർ ടു വർക്ക് വിത്ത് ഒബ്ജക്ട്സ്. അതായത് ഒബ്ജക്റ്റുകൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഓപ്പറേറ്റർമാരെ പ്രാപ്തമാക്കുകയാണ്. അതായത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉപയോഗിച്ച് എന്താണ്? യൂസറിനെ ആ ഒരു ഡിഫൈൻ ചെയ്ത ഡാറ്റ ടൈപ്സിനെ എന്താണ്? ഒബ്ജക്റ്റുകൾ എന്താണ്? ഒബ്ജക്റ്റുകൾ വെച്ച് ഓപ്പറേറ്ററിന് പ്രവർത്തിക്കാൻ കഴിയും. അടുത്ത സി ഇംപ്ലിമെന്റ്സ് പോളിമോർഫിസം. അതായത് പോളിമോർഫിസം നടപ്പിലാക്കുന്നത്. അതായത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്താണ്? കമ്പൽ ടൈം പോളിമോർഫിസത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പം അവിടെ ഒരു ഓപ്പറേറ്റർ എന്താണ്? അതിന്റെ ഓപ്പറാൻഡുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ടാണ് ഇംപ്ലിമെന്റേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ. ക്വസ്റ്റ്യൻ നമ്പർ 56. വെർച്വൽ ഫംഗ്ഷൻ ഇൻ C++ ഇംപ്ലിമെന്റ്സ്. അതായത് വെർച്വൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? പോളിമോർഫിസം എന്ന ഇത് ഒരു കോൺസെപ്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിമോർഫിസം ഉപയോഗിക്കുന്നത്.
അപ്പം ആൻസർ പോളിമോർഫിസം ആണ്. അതായത് വെർച്വൽ ഫങ്ഷൻസ് C++ലെ വെർച്വൽ ഫങ്ഷൻസ് എന്ന കോൺസെപ്റ്റിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പോളിമോർഫിസം. അപ്പൊ ആൻസർ അതാണ്. അതായത് പോളി എന്ന് വെച്ചാൽ എന്താണ്? പല. മലയാളത്തിൽ നമുക്ക് പല എന്ന് പറയാം. മോർഫ് എന്ന് വെച്ചാൽ രൂപം. അതായത് പല ഫോംസ് ആണ്. വേരിയസ് ഫോംസ് എന്നാണ് പോളിമോർഫസിന്റെ മീനിങ്. അപ്പം ഒരു ബേസ് ക്ലാസ് പോയിന്ററോ റെഫറൻസോ ഉപയോഗിച്ച് വിവിധ ഡെറിവേഡ് ക്ലാസ്സിൽ ഒരേ പേരുള്ള ഫങ്ഷൻസ് റൺ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം. അതായത് വെർച്വൽ കീവേഡ് ഉപയോഗിക്കുമ്പോൾ കമ്പൈലർ ഫങ്ഷൻ കോൾ ഏതാണോ ആ ഒബ്ജക്റ്റിലേക്കാണ് റൺ ചെയ്യുന്നത്. അപ്പം ഡൈനാമിക് ലിങ്കേജ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതിനെ ലിങ്ക് ലേറ്റ് ബൈൻഡിങ് എന്നും അറിയപ്പെടുന്നു. അടുത്ത ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ നിന്ന് എന്താണ് അതിന്റെ പ്രോപ്പർട്ടികളും അതിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ കിട്ടുന്ന ആ ഒരു പ്രോസസ്സാണ്. ഇതൊരു കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു വെർച്വൽ ഫങ്ഷൻസ് ഓവർ റൈഡ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ല എന്താണ് ഇൻഹെറിറ്റൻസ് അല്ല, മറിച്ച് എന്താണ് പോളിമോർഫിസം നടപ്പിലാക്കാനുള്ള ഒരു മാർഗമാണ്. അടുത്തത് ഡാറ്റ ഹൈഡിങ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഒരു ക്ലാസ്സിനുള്ളിൽ ഡാറ്റയുടെ അംഗങ്ങൾ എന്താണ് മെമ്പേഴ്സിനെ പുറത്തു നിന്നുള്ള നേരിട്ടുള്ള ആ ഒരു ആക്സസിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രക്രിയയാണ്. എന്താണ്? ഡാറ്റ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു. അതായത് സാധാരണയായിട്ട് എന്താണ് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് എന്ന സ്പെസിഫയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്, പോളിമോർഫസം ആണ്. ഈ ഒരു വെർച്വൽ ഫങ്ഷൻ C++ലെ വെർച്വൽ ഫങ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് വെർച്വൽ ഫങ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പോളിമോർഫിസം ആണ്. Question number 59. Wrapping up of data and associated functions into one single unit is called abstraction, encapsulation, data hiding, polymorphism. അതായത് എന്താണ് എൻകാപ്സുലേഷൻ എന്ന ഒരു ഇതിനെയാണ് എന്താണ് wrapping up of data and associated functions into one single unit, അതായത് ക്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നതിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇത് വിവരങ്ങൾ എന്താണ് പുറത്തു നിന്നുള്ള നേരിട്ടുള്ള ഇടപെടലിനൊക്കെ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതായിട്ട് അബ്സ്ട്രാക്ഷൻ നോക്കാം. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം കാണിക്കുകയും അനാവശ്യമായിട്ടുള്ള വിശദാംശങ്ങളെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസിനെ മറച്ചു വെക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. അപ്പോഴത്തേക്കും ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗിയർ എങ്ങനെ മാറുന്നതെന്ന് നമ്മൾ അറിയേണ്ടതില്ല. ഇപ്പം എന്താണ് മറിച്ച് ഗിയറിന്റെ ലിവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതാണ് ഇതിനൊരു ഉദാഹരണം. അടുത്ത എൻകാപ്സുലേഷൻ, അതായത് ഡാറ്റയും അതിൽ പ്രവർത്തിക്കുന്ന ഫംഗ്ഷനുകളെയും ഒരു യൂണിറ്റ്, ഉദാഹരണത്തിന് ഒരു ക്ലാസ്, അതിനെ ഒരുമിച്ചാക്കുന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു മരുന്ന്, ആ ഒരു ക്യാപ്സ്യൂളിൽ പലതരം മരുന്നുകളാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെയാണ് ഈ ഒരു എൻകാപ്സുലേഷൻ. ഡാറ്റ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്സിലെ മെമ്പേഴ്സിനെ അനധികൃതമായിട്ടുള്ള പ്രവേശനത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അത് ആക്സസ് മോഡിഫയേഴ്സ് സ്പെസിഫയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത പോളിമോർഫിസം, അത് പല രൂപങ്ങളും അർത്ഥം വരുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരേ പേരുള്ള ഒരു ഫംഗ്ഷൻ ഒബ്ജക്റ്റോ സിറ്റുവേഷൻസിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് പെരുമാറാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് ഒരേ സമയം അച്ഛനും ഭർത്താവും ജീവനക്കാരനും എന്നിങ്ങനെ പല റോളുകൾസ് ഉണ്ടാവില്ലേ, അതുപോലെ. അപ്പം ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്തുവാണ്? ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എൻകാപ്സുലേഷൻ ആണ് ഇതിന്റെ ഒരു ആൻസർ. Question number 60. Which among the following of speeches promote code reusability? Data hiding, polymorphism, inheritance, data binding. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ക്ലാസ്സിന് ഒരു സബ് ക്ലാസ് ഉണ്ടായിരിക്കും, മറ്റൊരു ക്ലാസ് സൂപ്പർ ക്ലാസ്. അപ്പോഴത്തേക്കും എന്താണ് പ്രോപ്പർട്ടികളും മെത്തേഡ്സും ഒക്കെ എന്താണ് നമുക്ക് ആവശ്യാനുസരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നിലവിലുള്ള കോഡ് പുതിയ ക്ലാസ്സുകളിൽ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അതായത് കോഡ് നമുക്ക് എന്താണ് വീണ്ടും റീയൂസ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ നമ്മൾ ഡാറ്റ ഹൈഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളിമോർഫിസം പറഞ്ഞിട്ടുണ്ട്, ലേറ്റ് ബൈൻഡിങ്ങും പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ബൈൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈ റൺ ടൈമിൽ ഫങ്ഷൻ കോൾസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ഇതെന്താണ്? പോളിമോർഫിസത്തിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഓക്കെ, അപ്പം ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, ഇൻഹെറിറ്റൻസ് ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ക്ലാസ്സിന് സബ് ക്ലാസ്സും മറ്റൊരു ക്ലാസ് സൂപ്പർ ക്ലാസ്സും അതുപോലെ തന്നെ പ്രോപ്പർട്ടികളും മെത്തേഡ്സും ഒക്കെ നമുക്ക് ആവശ്യാനുസരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നിലവിലുള്ള കോഡ് എന്താണ് പുതിയ ക്ലാസ്സുകളിലേക്ക് വീണ്ടും റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു.
അപ്പം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടോട്ടലായിട്ട് എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? ടോട്ടലായിട്ട് നമ്മൾ 60 ആണെന്ന് തോന്നുന്നു, 60 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരാളെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം കാരണം ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മളിത് ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഒരാളെങ്കിലും മുന്നത്തെ വീഡിയോയിൽ ഒരു 10 ഡേയ്സ് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആരും കമൻറ്റ് കണ്ടില്ല. അപ്പം ഒരാൾ കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.